ആരാണ്ട് പിടിച്ച് കൂട്ടിലിട്ട പോലെയാണ് കേസ് നോട്ടവും പാവും. പുള്ളിക്കാരി തന്നെ കയറി ഇരുന്നതാണ് ഫ്രണ്ട് സീറ്റ് വേണമെന്നും പറഞ്ഞു. ഇന്ന് മഴയില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് വീട് വരേക്കും വൈറ്റമിൻ ഡി ഡെലിവറി വളരെ ഫ്രീ ആയിരുന്നു. ഞാൻ കൂട്ടിലിരുന്ന ആളെ സ്ഥലം എത്തിയപ്പോൾ ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ ഇന്ന് ആര്യയുടെ അടുത്തോട്ടാണ് പോകുന്നത്. കാരണം വീട്ടിൽ ചെന്നാൽ ഞാൻ ബോറടിച്ചു. ഇവിടെ വന്നപ്പോഴാണെങ്കിലോ അവർക്ക് ഒരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ എത്ര ബെല്ല് കാണുമെന്ന് ഞാൻ എണ്ണി നോക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഗെയിം കളിച്ചു ഗൈസ്. സംഭവം കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേസ്. പക്ഷേ കറക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഇത് ഞങ്ങൾ ഇന്നേ വരെ കളിച്ച് നോക്കിയിട്ടില്ലായിരുന്നു കേസ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ട്രയൽ ആയിരുന്നു. അതിൽ എനിക്ക് ഒരു 5 എണ്ണമെങ്കിലും ഇടാൻ പറ്റി. എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത് എബ്രോഡുള്ള ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് ആയിരിക്കും. അവരെപ്പോഴും ഇതുപോലുള്ള സ്നാപ്ചാറ്റ് ഗെയിംസ് കളിക്കുന്നതാണ് ഞാൻ കൂടുതലും കാണാറ്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഗെയിംസ് സ്നാപ്ചാറ്റിലുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരുന്ന് കളിക്കുമ്പോൾ നല്ല ഫണ്ണാണ്. ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. എനിക്ക് ഈ 2 ചോപ്സ്റ്റിക്കുകളുടെ മുന്നിൽ ഞാൻ ജയിച്ചിരിക്കുന്ന ഗൈസ്. വളരെ ഒരു പുച്ഛം കണ്ടില്ലേ? ഇങ്ങനെ കുറച്ച് നേരം ഈ പച്ചയായ പുച്ഛമുള്ളവളോട് കൂടി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോയി. വന്ന വഴിക്കാണെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഓടി ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്ട്. ഇതാണ് പാർവണ എന്നാണ് പേര്. എനിക്ക് കുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് വീഡിയോ വഴി മാത്രം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമല്ലേ കേസ്. എനിക്ക് എന്തായാലും അത് വലിയൊരു കാര്യമാണ്. എന്തായാലും എൻ്റെ ഇന്നത്തെ ദിവസം കളറാക്കി തന്നു പാർവണക്കുട്ടി.